അച്ഛനോട് പറയേ, അച്ഛൻ കൂട്ടുവല്ലോ, ഒരുപാട് ദൂരല്ലേ. അപ്പോ അമേരിക്കയില്ലേ നമ്മളെ വീട്ടിനേക്കാളും വലിയ വീടാത്ര. മാറി നിക്കപ്പോ. അയ്യോ, ദേഷ്യം വരുമോ? പിന്നെ അമ്മയിലേക്ക് കൂട്ടൂലേ? പോ അപ്പോ. അയ്യോ, കണ്ണാമ്പത്തിയിലേലെ കാട്ടുകുറിഞ്ചിയിലേലെ താരി തബാരി ചോരി താരി ചിന്താരീവ ചോരി ബായ്. അപ്പോ നല്ല കുട്ടിയാ. അയ്യോ, അപ്പനെ വരയ്ക്കട്ടെ. പേരെന്താ വരയ്ക്കുക? അപ്പന് പിന്നെ വരയ്ക്കുക, ലാസ്റ്റ് വരയ്ക്കുക. അപ്പോ ആ ചുവപ്പ് കളർ പെൻസിലോടെ ഇവിടെ അല്ലേ വെച്ച്? അയ്യോ, അപ്പ നിക്ക്, അപ്പന് വരയ്ക്കട്ടെ. ചിരിക്കപ്പോ നല്ല കുട്ടിയല്ലേ. അയ്യോ, നല്ല രസമുണ്ട്. അപ്പോ അയ്യോ, അപ്പോ ബാപ്പ. അയ്യോ, ഇങ്ങനൊരു അപ്പു. മാളൂട്ടി, മാളു, അവിടെ അവിടെ നിക്ക മാളൂട്ടി. എന്തിനാ ഇങ്ങനെ ഓടണത് മാളു? കൈ വിട്ട അപ്പ തുടങ്ങും ഓട്ടം. ഇങ്ങനെ ഒരു കുറുമ്പി. എന്തിനാ അതൊക്കെ എടുക്കണത്? ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. മാളു, അവിടെ നിക്കാൻ. എന്താ? ഇങ്ങതാ വാ. തീർത്ഥം, ഉണ്ണികൃഷ്ണൻ നാളെ എത്തൂല്ലേ? അമേരിക്കയിൽ നിന്ന് എങ്ങനെയാ? നേരിട്ട് ഒറ്റ വിമാനമാണോ? ബോംബെ വരെ, പിന്നെ മാറിക്കയറണം. എന്തായാലും നാളെ നമുക്കൊരു വിശേഷ പൂജ നടത്താം. 2-2.5 കൊല്ലം എത്തിയിട്ടുള്ള വരവല്ലേ. ആ, മാളൂട്ടിക്ക് അച്ഛനെ കണ്ട ഓർമ്മ തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാൻ അച്ഛനെ ദിവസം കണ്ടല്ലോ. അതെങ്ങനെ? ഫോട്ടോയില്. ഓ, മിടുക്കി. അച്ഛൻ കൊണ്ടുവരുന്ന സമ്മാനത്തിലൊന്ന് ഈ വാരസ്യർക്കും തരണട്ടോ മാളൂട്ടി. അങ്ങനെ തരുക മുഴുവനും മാളൂട്ടിക്കല്ലേ? ആ, അമ്പടി കേമി. ആ, ഇന്ന് രാജിയുടെ മുഖത്തിനൊരു തെളിച്ചുണ്ടല്ലേ വാസന്തി? ഉണ്ടാവാണ്ടിരിക്കാ സരായനെ. നാളെ ആളിങ്ങത്തല്ലേ? ഒരു 2-2.5 മാസമെങ്കിലും ഉണ്ണികൃഷ്ണൻ ലീവ് ഉണ്ടാവും. ഇല്ല രാജി? 15 ദിവസമേ ഉള്ളൂ, ലീവില്ലാത്രേ. അയ്യോ, അത് മൂക്കിൽ വലിക്കാൻ കഴിയില്ലല്ലോ. ആവു, അച്ഛനിങ്ങ് വന്നില്ല. അതിനു മുൻപ് അതിന്റെ പത്രാസം മുഴുവൻ മാളൂട്ടിയുടെ മുഖത്തുണ്ട്. മാളൂട്ടി വരണോ? നല്ല തണുപ്പുണ്ട്, ഒന്ന് നീന്തി തുടിക്കാം. മാളൂട്ടി കുളിക്കതാ. പറഞ്ഞ അനുസരിക്കില്ല. ജാനു, എന്തോ?
ഈ ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് മുമ്പേ ഇവിടെ എത്തിക്കണമെന്ന് പലചരക്കടെ പ്രത്യേകം പറയണം. ആ, നാളെ മുതൽ പാല് 2 ലിറ്ററും കൂടെ വേണമെന്ന് അമ്മുക്കുട്ടിയോടും കൂടെ പറഞ്ഞേക്കണം. ശരി. എന്തായിരുന്നു അവിടെ? അമ്പലം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തിയിട്ടായിരിക്കും തൊഴുതത്. നേരെ ഉച്ചയായില്ല. കാപ്പി ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. ഓഹോ, കണ്ടു. ആറി തണുത്ത് പാടയും മൂടി. ഇപ്പൊ ഉണ്ടാക്കാം വേറെ. മോളെ, അച്ചമ്മയ്ക്ക് പ്രസാദം കൊടുക്ക. ഓ, ഞാൻ കുളിച്ചിട്ടും ഒന്നുമില്ല. ആ പൂജാമുറിയിലെങ്ങാനും വെച്ചേക്ക്. മധുരം എനിക്കേ വേണ്ട. അച്ചമ്മയുടെ തങ്കക്കെട്ട് കഴിച്ചു. വേണ്ട. മോളെ, മോൾ ഉമ്പോച്ചിയോട് പ്രാർത്ഥിച്ചോ? എന്ത്? പിന്നെ ആഹാ, അമ്പടി കള്ളി. അമ്മയുടെ കള്ളത്തരം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പോക്കോ പോക്കോ പോക്കോ. അപ്പവും കിപ്പൊന്നും വേണ്ട, മോള് പോ. അനങ്ങി പോരുത്, അവിടെ ഇരുന്നോണം. ഇത് എന്താടാ രാഘവ, ഇതും ചുവന്നുണ്ട്? വേറെ ആരും കിട്ടിയില്ലേ നിനക്ക്? വേറെ ആരും കിട്ടിയില്ലെന്ന് വില ഉറപ്പിക്കുന്നതിന് മുമ്പ് 7 ആളാ പുറകില്. കൂലി കേട്ടപ്പോ തോന്നി ആ കാശുണ്ട് ഇതുപോലെ 10 പോലെ വേറെ വാങ്ങിക്കാന്ന്. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ കാശ് കണ്ടവൻ തിന്നണ്ട. അയ്യടാ, എന്റെ ബന്ധത്തിൽ ഇങ്ങനെയും കൂറുള്ള ഒരുത്തൻ ഉണ്ടായല്ലോ. കാപ്പി വല്ലതും കുടിച്ചു കേടാ നീ? അയ്യോ, എന്തൊരു വാത്സല്യമാണ് എന്റെ അപ്പച്ചിക്ക്. നോക്ക്, എന്റെ മേലാകെ കുളിരണോ. കുളിരണ്ട മോനെ, ദേഹമല്ല കഴുതേ. ആർക്കും വേണ്ടാത്ത നിന്നെ ചെല്ലും ചെലവും തന്ന് ഞാൻ ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുവേ അപ്പച്ചിയെ സഹിച്ചിവിടെ കഴിയുന്നതിന് എനിക്ക് ഇതൊന്നും കിട്ടിയാ പോരാ. എന്താ അല്ല, ആ തേങ്ങ എല്ലാം ഉണങ്ങി കിടക്കുകയാണെന്ന് പറയാ. ഉണങ്ങും. കാലത്തെ കൊല ചുമന്ന് കാശ് കുറെ ലാഭിച്ചതല്ലേ. എന്റെ കുഞ്ഞു പോയി വല്ലതും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചാട്ടെ. എപ്പോഴാ വരുക? അച്ഛൻ ഇപ്പൊ പ്ലെയിനിലല്ലേ മോളെ? കടലിന്റെ മുകളിൽ കൂടി എപ്പോഴും വരുക. അപ്പൊ വീണാലോ? കുരുത്തക്കേട് പറയുന്നോ? ഇല്ല, വീഴല്ലേ എന്റെ തേവരെ. ഇതെവിടുന്നാ? വെറുതെ നോക്കട്ടെ. ഒന്നല്ലേ, നീ ഒന്ന് കാണിച്ചു നോക്കട്ടെ. ഇതെന്തിനാ മോക്ക്? എനിക്ക് വേണം. എന്തിനാ? അപ്പുന്റെ കഴുത്ത് കെട്ടാൻ. പട്ടുകുട്ടിയുടെ കഴുത്തിൽ റിബണോ? അച്ഛൻ വരുമ്പോ അപ്പു ചുന്നറിനാണ്ടേ. അപ്പു, ഈ അപ്പു എവിടെ? മോക്ക് ധൃതിയായി അച്ഛനിങ്ങെത്താൻ. മോക്ക് മാത്രല്ല, ചെല്ലപ്പൂങ്കാറ്റു പൂനിലാവോ, പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ, മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം,
ചേർക്കും നാളണഞ്ഞു. നീയരുളും സ്നേഹം ഒരു മാന്തളിരായെന്നും തഴുകുന്നു. നീ എന്നും എന്നുള്ളിൽ ഈണം പാടും വീണ കണ്ണിനു നാണപ്പൂക്കൂട. മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരോ. ചെല്ലപ്പൂങ്കാറ്റോ പൂനിലാവോ. പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ. മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം. വീണ്ടും നിന്നെ തേടും ഞാനൊരു മലരമ്പിൻ നോവറിഞ്ഞു. വീണ്ടും നിന്നെ തേടും ഞാനൊരു മലരമ്പിൻ നോവറിഞ്ഞു. ഏതിരുളിൻ താരം പ്രിയ സാന്ത്വനമായെന്നിൽ തെളിയുന്നു. മുത്താണോ പൂവാണോ സ്വപ്നം തേടും രൂപം നീ വരുവോണ പൂത്തുമ്പി. മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരോ. ചെല്ലപ്പൂങ്കാറ്റോ പൂനിലാവോ. പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ. മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം. അപ്പു അപ്പു മെല്ലെ മെല്ലെ. അപ്പു ഇവിടെ ഇരുന്നു. ഇപ്പൊ തരേ. എന്താ ഈശ്വരാ, ഈ കാടൻ പൂച്ചയെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ടില്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്? ഹായ്. പൂച്ചയായാലും ശരി ആരായാലും ശരി, ഇന്ന് അതിനെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. കുറെ ദിവസമായി രണ്ടിനെ ഞാൻ തേടിക്കൊണ്ട് നടക്കും. ആഹാ, അത്ര കൊള്ളില്ലല്ലോ. പിടിച്ച ഞാൻ വെറുതെ വിടൊന്നുമില്ല. തൊലി ഉരിച്ച് കൊത്തി എരിഞ്ഞ് കഷ്ണം കഷ്ണം ആക്കും. എന്നിട്ട് നല്ലപോലെ വിറക് കൂട്ടി തീയിട്ട് കമ്പിയെടുത്ത് കോർത്ത് മുളക് അരച്ചു പെരട്ടി ചുട്ടെടുക്കും. ആഹാ, എവിടെ ഇറങ്ങ വെളിയില്. മോശം. എന്റെ കുറുമ്പിക്കോതേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അച്ഛനിങ്ങി വരട്ടെ. ഒന്നും വേണ്ടായിരിക്കും പിള്ളേരെ. നിക്കേ ചിന്നു ഇറങ്ങ.
അപ്പച്ചമ്മേ. ഹായ് മാളൂട്ടിയെ, അങ്ങ് വലുതായല്ലോ. അപ്പച്ചയുടെ സുന്ദരി കുട്ടി. ഇവിടെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ചിന്നൂനെ മോടെ ചേച്ചിയാ, ദേടഗോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോ എന്ന്. സ്വർണ്ണ കച്ചവടം അല്ലേ, അങ്ങനെ പെട്ടെന്നൊക്കെ ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും. രമേശ് ചേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ചു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ. ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും. പാമോനെ അതെ, ശതാവരി കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാലോ? രാജിയേ, കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീരപ്രശ്നം? ശരീരധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. ആ. രമേശൻ നായരെ തമാശ കളിക്കല്ലേ രമേശൻ നായരെ? കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പച്ചേ, അപ്പച്ചേ, ഏയ്, Basket full of roses. Asha Pooja all night long. അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുള്ള വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനെ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കായിരുന്നു. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? ആ. അയ്യോ ഞാനില്ലേ, ഉള്ള കാര്യം പറയാലോ. രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഓ, അല്ല സൊറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്. കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി പോ. നാരായണ ഗുരുവായൂരപ്പാ. മാളൂട്ടി, എവിടെ ഈ കുട്ടികള്? ഇതെന്നാ പണിയാ? റേഡിയേറ്ററിൽ ഒഴിക്കാനുള്ളതാ. ദേ, ആ പെട്ടിയുടെ ചാവി എവിടെ വെച്ചേ? എന്റെ കയ്യിലുണ്ട്. മക്കളെ ഓടാതെ വീഴും. വാ മോളെ, കയറ്. ഗോപി കയറിക്കേ. നാരായണ 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 നാരായണ. അല്ല എല്ലാരും കൂടെ വീടടച്ചു പോയാൽ എങ്ങനെയാ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, രാജ കൂടെ പോന്നോട്ടെ, ഞാനിവിടെ നിൽക്കാം. ഏയ്, അതൊന്നും ശരിയാകത്തില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ആ ശങ്കരൻ പോറ്റി വരികയാണെങ്കിൽ വൈകിട്ട് വരാൻ പറയണം. അപ്പൊ ഉണ്ണിയും കാണുമല്ലോ. പോവാൻ്റെ വാ. വല്ലതും മനസ്സിലായോ? ഓ, അച്ഛമ്മ ഇതാ അച്ഛൻ. ആ. മോളെ, അച്ഛാ. എന്റെ മാളൂട്ടിയമ്മേ. മോനെ ദേ തുടങ്ങിയല്ലോ. ഞാൻ വരുമ്പോഴും അതെ, പോകുമ്പോഴും അതെ, ഈ കരച്ചിലത്. ഇങ്ങോട്ട് നോക്കി, ചിരിച്ചേ. ചിന്നു വിലാസിനെ പോന്നു. ഇന്നലെ അളിയോ, ഞങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ട് കണ്ടേ. ആ. രാജി ഒന്നില്ലേ? എല്ലാരും കൂടെ വന്നാൽ എങ്ങനെയാടാ ഉണ്ണിയെ? വീട്ടിലാരെങ്കിലും വേണ്ടേ? അച്ഛാ, നമ്മള് അമ്മയിലേക്ക് പോകുമ്പോ എന്റെ അപ്പൂനെ കൊണ്ടുപോകും. തുടങ്ങി ഒരു അപ്പു. അപ്പൂനെയല്ല, ആരെ വേണേലും കൊണ്ടുപോവാ. ആട്ടെ, ആരായി അപ്പു? ഓ, ഒരു ആശ്രയരം പിടിച്ച പട്ടി. അല്ല അച്ഛാ, നല്ല പട്ടിയാ. പട്ടിക്കുട്ടിയല്ല, എന്റെ മാളൂട്ടിയമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു കൊമ്പനാനെ കൂടി ഞാൻ കൊണ്ടുപോകും. ശരിക്കും? പിന്നെ അല്ല ഉണ്ണി, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അമേരിക്കയിലൊക്കെ? ഇവിടത്തെ പോലെ തന്നെ കാർ വണ്ടിയൊക്കെ ഓടിക്കാം. അല്ല, പിന്നെ അങ്ങോട്ടൊന്ന് കടന്നുകൂടാനുള്ള ഒരു. അയ്യോ, അതിന് ലൈസൻസ് മാത്രം പോരല്ലോ. പിന്നെ തലയ്ക്കകത്തൂടെ എന്തെങ്കിലും വേണ്ടേ? കൊഞ്ച തമാശ. പോടാ അവിടുന്ന്.
നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പ് രാജി. ഞാനോ ഇതേ കട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കിടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല. എത്ര നാളായി മോളെ നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിട്ട്. വേണ്ട ഉണ്ണീട്ടാ. എന്താ തുമ്പി ശരിക്കും ജീവൻ. തുമ്പിയോ? ഈ തുമ്പി കല്ലെടുക്കും. ഓ അച്ഛന് വേണോ? അച്ഛന് വേണോ? വേണ്ട, അച്ഛന് വേറെ തുമ്പിയുണ്ട് ഇവിടെ. മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. എന്താ? അച്ഛമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്. അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്തിരുന്ന് കളിക്കണം. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് അച്ഛമ്മന്ന് മാളൂട്ടേന്ന് വിളിക്കും. ഓടി വരണം. അച്ഛല്ലേ പതുക്കെ. ഓ ഇനി നിന്നെ ഞാൻ വിടില്ല. കാപ്പി എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? വാ മോനെ, അമ്മയ്ക്ക് വിശക്കുന്നല്ലോ. പതിനാല് കരട്ടാ. അവിടെ ഇപ്പൊ ഇതൊരു ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടുന്നു തുടങ്ങാം. നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ എടുപ്പതുണ്ടല്ലോ ഇത്. തങ്ക വന്നോടാ? അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടെ വിലാസിനി? ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലോ നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റണാ. സാരമില്ല, അമ്മ എടുത്തോട്ടെ. $5 കാണാനുണ്ടല്ലോ. ആ മടിയമ്മത്തായി എന്നെ പറ്റിച്ചത്. അച്ഛമ്മ വാ, എന്താ? ഒരു വട്ടം കാണിച്ചു തരും. വാ. എന്താ കുഞ്ഞേ? അച്ഛമ്മ വാ. ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? മാറിയിട്ടില്ല. ഞാനും പേടിച്ചു പോയി.
ഏവർക്കും നമ്മുടെ വിഷമം മനസ്സിലാവും. ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല അപ്പച്ചമ്മ. രാഘവട്ട് ഉറങ്ങില്ലേ? ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഈ മൂത്രത്തിലെ കല്ലില്ലേ, അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ, ബഹുകേമം. കേട്ടോ ഉണ്ണിയെ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു 3-4 തവണ ഒരു കുടം ഉണ്ടാവും പോവാൻ. ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. എങ്ങനെ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പാങ്കാലത്ത് എങ്ങാനും ഒരു ഉറക്കം കിട്ടിയെങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നമുക്ക് വല്ലതും പറഞ്ഞോണ്ട് നടക്കാം. അതല്ലോ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാണാനും പറ്റില്ല. ഞാനെന്ന് തമാശക്ക് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ലൈസൻസ് ഉണ്ട്, അവിടെ ഞാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ? എത്ര കാലമാണ് വരുന്നുണ്ട്. മാളൂട്ടി, ഈ മുൻവശത്തെ കഥ അങ്ങ് അടച്ചേക്ക് കേട്ടോ. കുഞ്ഞു വരാം. രാജി വാ. വാ. ഇവിടെ കയറി. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കേറ്. നേരെ ഒരുപാടായി. വിഘ്നേശ്വര, എന്റെ മോന് ഒരേ ആപത്തും വരുത്തരുതേ. ഇവൻ 6 മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അച്ഛൻ മരിച്ചതാ. അന്ന് മുതല് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കിയാ ഞാൻ ഇവനെ വളർത്തിയ. മോളെ, അച്ഛനെ നല്ലോണം ഉരുട്ടുമോളെ, ഉരുട്ടുമോളെ. എന്റെ ദീർഘായുസിന് വേണ്ടി മോനെ അമേരിക്ക വെച്ച് നേർന്നതാ. ഇവന് ഞാനെന്ന് വെച്ചാ അങ്ങ് ജീവനാ. ദീർഘായുസിന് വേണ്ടിയൊന്നും അല്ല, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിട്ടാ. ചോദിച്ചില്ല. ആ, അച്ഛനെ ഉരുട്ടുമോളെ. നാരായണ, മേല് വേദനിക്കുന്നുണ്ടല്ലേ? ആ, നല്ലോണം കടാക്ഷിക്കട്ടെ. ഇവിടെ ആരും ഇല്ലേ? വീടൊക്കെ ഇങ്ങനെ മലത്തെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടുപോയി ആരും അറിയില്ലല്ലോ. അയ്യേ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. മൂത്തമ്മാൻ. ഇതും ശരിയാവില്ലല്ലോ. ആ, അച്ചമ്മ എവിടെ? വിളിക്കേ. ഈ പിരിവുകാരെ കൊണ്ടു ശങ്കുമാനോ? എന്താ സംശയമുണ്ടോ? വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? അല്ല, ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ടേ. പെട്ടെന്ന് കണ്ടപ്പോ ഒറ്റ ഞാനാടി സരസ്വതി. ശങ്കുമാൻ വന്നിരിക്കണോ? ആ, ശങ്കുവപ്പയോ? കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഓ, ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെയായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും. പുറത്തേക്ക് വിടുമ്പോ ചൂന്നങ്ങ് ചൊട്ടും. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് ഇടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അല്ല. ആ,
ആ ഈയിടെയായിട്ട് അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? ആ എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. രാഘവ ഓപ്പ ഇരുന്നാട്ടെ. ഉണ്ണി ഒറ്റ തൊഴി സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല പണിയെടുത്തിട്ടാ. ആ നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ശങ്കുമോനോ? ആ ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമ്പാൻ കുറച്ചാള് നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ. കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്ക് പോണ പ്രായൊക്കെ അയൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനിരിക്കാനല്ല, പിന്നെന്തിനാണാവോ? 1 കിലോ ആപ്പിൾ വാങ്ങാൻ. ഒന്ന് പോടാ അവിടുന്ന്. ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക. ഇതൊക്കെ ഇനി നീ എന്നാടാ പഠിക്കരാകവ? ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം, ഇഞ്ചി, മുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തിട്ട് വാ. ജാനുവേടത്ത് ഈ ശങ്കുമ്മാനെ കുടിക്കാൻ കുറച്ച് സംഭാരം ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ. ഇങ്ങോട്ട് വരടോ. എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ? ആഹാ എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാ ഇതിലും കാണാനുണ്ട്. സുഖിപ്പിക്കല്ലേ കുട്ട. ഇതേ രാജി വറുത്തു വെച്ചതാ. അല്ല പറഞ്ഞോളി ഈ കക്ഷിയോടെ. ആ അപ്പൊ അതറിയാനാ വന്നത്. ഹേയ് ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നപ്പോ അങ്ങനെ അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു. രാജി രാജി എന്താ തുറന്നേ. എന്തിനാ? ആ തുറക്ക്. എന്താണ് പറയാൻ? ഒരു കാര്യമുണ്ട്, തുറക്ക്. ഞാൻ കുളി കഴിഞ്ഞിട്ടില്ല. അതൊന്നും സാരമില്ലെന്ന് തുറക്ക്. അമ്മാവനെ. അമ്മാവൻ? ആ അമ്മാവന്റെ കാര്യം കുറച്ച് കുഴപ്പ. തുറക്ക്, പറയാം. എന്താ? അമ്മാവനെ. അയ്യോ എന്താ ഉണ്ണിട്ടത്? വേണ്ട ഉണ്ണിയുടെ പുറത്തു പോ. പ്ലീസ് വാ. വേണ്ട. ആരുമില്ലെന്നേ. ഇല്ല ഇല്ല, ആവുന്നേ ഉള്ളൂ. ആ ഒന്ന് വേഗാട്ടെ. വെള്ളം ചൂടാറുവേ. പിന്നെ ഉണ്ണി അന്വേഷിക്കണുണ്ടു. വിലസനേച്ചി ഒരു ഉപകാരം ചെയ്യോ? എന്താ? ആ അകത്തിരിക്കുന്ന സർപ്പം എടുത്തു തരുമോ? എവിടെയാ ഇരിക്കണേ? ആ അലമാരിയുടെ മുകളിൽ കാണും. ആ എന്ത് കണ്ടുപിടി? ഇവിടെ വാടി. ഇവിടെ ഇന്ന് ഞാൻ എന്റെ മാളുവമ്മേ. ഒരു സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാ ശയന പ്രദക്ഷിണം, അത് കഴിഞ്ഞപ്പോ ഒരു ഷഷ്ടി പൂർത്തി, ഓരോ കുരിശുകളെ.
അതിനിടയ്ക്ക് കുറെ ബന്ധുക്കളും വന്നു കൂടിയിട്ടുണ്ട്. എഴുന്നള്ളത്ത് ഇത്രയും കൂടെ തീർന്നോ അല്ല ഇനിയുണ്ടോ ആവോ? എന്നാ ഈ വന്ന് കേറുന്നവർക്കെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? അതുമില്ല. ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ണേട്ടാ? ഇങ്ങനെയൊന്നും അല്ല. ഇത് ഇവിടുത്തെ മാത്രം ഒരു ചിട്ടയാ. വേറെ എവിടെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ആകെയുള്ളത് കുറച്ചാണത് ലീവാ. അത്ര വിഷമമുള്ള ആൾക്ക് എന്നെ മോളെയും കൊണ്ടുവരുന്നല്ലോ. താനെന്നെങ്ങനെ വരാതെ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നടക്കുന്നുണ്ട്. ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം. 6 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും. പിന്നെ വിസ അയക്കുന്നു, താനും മോളും കൂടി പറക്കുന്നു. വിട്ടത് തന്നെ. ഉണ്ണിയേട്ടന്റെ അമ്മയല്ലേ ആള്. അമ്മ അത് ഇതൊക്കെ പറയും. എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാ? എന്തായാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ, നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. സ്വപ്നം കാണാം. ഈ ഷഷ്ടിപൂർത്തി എന്ന് പറയുമ്പോ വേണ്ടപ്പെട്ടവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ? രാജയുടെ അച്ഛനെ വിളിച്ചിട്ടില്ലെന്ന്. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതല്ല സരസ്വതി, ഇനിയിപ്പോ പഴയ അത് വിരോധം. മാത്രം ഓപ്പ പറയണ്ട. അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ട് വന്നത് ആരെയാ? ഒരു നസ്രാണിച്ച്. എന്നിട്ട് ആ കാർന്നൂർ 2 കൈ നീട്ടി സ്വീകരിക്കാനും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ. ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇവിടെ കയറ്റിയത് തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല. എന്റെ മോൻ കുരുങ്ങി പോയില്ലേ, ഇനിയിപ്പോ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് അതോടെ മതി. അതിനപ്പുറത്തുള്ള ലോഹ്യൊന്നും വേണ്ട. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഈ പന്തല് പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരിടയില്ലാണ്ടായി. എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളൂട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ, നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന്? അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലൻ അറിയോ? മനസ്സിലായി. കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ. അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ, ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവനൊരു കളിപ്പേരുണ്ടല്ലോ. അല്ല, ഉറക്കം തൂങ്ങിട്ട് പോയി ഞാൻ. ഉറക്കം തൂങ്ങി. അത് അവന്റെ അനിയൻ. ഇത് ഗോലി. അവൻ ഇങ്ങനെ ഉരുണ്ടാണല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനൊരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടേക്ക് ഇങ്ങനെ ഉരുണ്ടു വരണേന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും? 2 അടി കാണും. അല്ല, 3 അടിയുണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന്. ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞുത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ 1 മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്ത് കിടന്നിടൂ അമ്മാവാ. അമ്മാവാ, ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് കളയും ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. അവിടെ കിടന്നു. രാഘവട്ടം കണ്ടോ? ഇന്നൊരു 4 അടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാ. വന്നിട്ടേ ദിവസം 3 മനുഷ്യനോട് പ്രാന്തെടുത്തു തുടങ്ങി. ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അളിയനെയും കൂട്ടി മുറി കയറി കഥ അടയ്ക്കും. അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വരുന്നവർക്ക് മുഴുവൻ ചേക്കറ ഞങ്ങളുടെ ആ കൊച്ചുമുറി. സാധാരണ മക്കള് ലീവി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും. ഇവിടെ അതല്ല, സ്നേഹിച്ച് കൊല്ലുകയല്ലേ.
എന്റെ ബലമായ സംശയം ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണി ഇറക്കി തൊഴുത്തി കിടത്തുവന്ന. ഓ പിന്നെ ഇറങ്ങി കിടക്കാം, ഇനി ഇങ്ങ് വരട്ടെ. സ്വയംഭം സാധനം. ഒരു കുപ്പിയെ കൊണ്ടുവന്നുള്ളൂ. ഇല്ല, ഒരു കപ്പിൽ നിറച്ച് പുറകെ വന്നിട്ട്. അല്ല ഇതാരും ഇത് പിന്നെ തേനാണ്. ഇത്തിരി തരുമോ? അയ്യോ വേണ്ട, ഇത്തിരി അറിഞ്ഞിരിക്കട്ടെ. തേനില്ലല്ലോ. അച്ഛൻ ഇന്നലെ കുടിച്ചല്ല. അത് ശരി. മാളൂട്ടി ഇത് ആരോടും പറയരുതേ. ഇല്ല മോൾക്കച്ഛൻ മിഠായി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും, പറയോ? ഇല്ല. അച്ഛന്റെ മോള് തന്നെ. അച്ഛനെ ഈ കൈയൊന്നും മണപ്പോ. എന്തോന്നാ അനക്ക് നോക്കട്ടെ. എന്തുവാ ഇത്? അച്ഛൻ അവിടെ ഇരുന്ന് കുടിക്കുക. കുടിക്കുന്നോ? എന്ത് കുപ്പിന്ന്? ഏ എടാ ഇവിടെ വാടാ. പൊളിച്ച് കളിക്കുന്നോ? ഇവിടെ വാടാ. ഇനിയാ വിളിക്കണേ. ഒരാളല്ല രണ്ടും. ഇത്തിരി വിട്ട് നിന്നാ മതി. ഇവിടെ വരാൻ. അതൊരു പ്രത്യേകതരം വാഴയാ. 6ാം മാസത്തിൽ കായ്ക്കണതാ. ഞാൻ നട്ടതാ. എടാ ഇങ്ങോട്ട് വാടാ. വാ. അതല്ലേ എന്താ വരുന്നത് അവിടെ? എവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നത്? ഇല്ല. എടാ രാഘവാ വിളിക്കണം, ഇവിടെ വന്നേ. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. എന്താ വരുന്നത് അവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നെന്ന്? അത് പരൽമീൻ. പരൽമീന്? ഉണ്ണിക്ക് പരൽമീനെ കാണണമെന്ന് പറഞ്ഞുള്ള ഒരു പരിപാടി അവിടെ. ഇതൊന്ന് ഊതിക്കേ. ആ? ഊതടാ. കാര്യം എടാ രാഘവാ ആ. ഇവിടെ വാടാ. ഞാൻ പറയാതെ പോന്നോ? ഇവിടെ വന്ന് നിക്കടാ. ഇവിടെ അടുത്ത് വന്ന് നിക്കാൻ. ഊത്. ഊതാൻ. അകത്തോട്ടല്ല പുറത്തോട്ട് ഊതടാ. എടാ മുഖത്തോട്ട് ഊതാൻ. മുഖത്തോട്ട് ഊതടാ. ആഹാ അത്രയ്ക്കായോ? നീ കള്ളച്ചോറ് തിന്ന് ചോടാ ഇവിടെ. നീ വാടാ. രണ്ടിനും ഞാനിത് നോക്കി. എടാ മടിയ നന്നായി. നീ എന്റെ മുറ്റത്തിരുന്ന് കള്ളു കുടിക്കോടാ. നിന്നെ ഞാൻ വെറുതെ കൊടുക്കില്ല. ആഹാ എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരാം, സന്ധിക്കുമ്പോ എത്തും. എന്തിന്? മോടെ രാജ്യത്ത് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? ചില്ലിട്ട് വെക്കാനാണോ? പാസ്പോർട്ടിന്റെ കാര്യത്തിന് ആവശ്യമുണ്ടേ. ഓ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞാനോടാ? അല്ല, അമ്മ ഇവിടെ വിട്ട് വരില്ലെന്നല്ലേ പറയാറ്? അതവനൊരു സൗകര്യാക്കി. അല്ല ഇത്രയും നാളെ ഈ ഇളക്കം ഇല്ലായിരുന്നല്ലോ. തലേണ മന്ത്രത്തിന്റെ ഒരു ശക്തിയെ കാലെടുത്ത് കുത്തിയപ്പോഴേ എനിക്കറിയാം ഇതല്ല ഇതിനപ്പുറം നടക്കുന്നു. രാജി എന്താ അത്? അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ. പോകുന്നും പോവാതിരിക്കുന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത്. വേണ്ട, ഞാൻ വരുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ. രാജി പ്ലീസ് പോട്ടെ. അച്ഛാ, മോളെ, മാളൂട്ടി എവിടെ? മാളൂട്ടി അപ്പുറത്ത് കളിക്കുന്നുണ്ടാവും. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു. ഒരു പ്രായം കഴിഞ്ഞ അങ്ങനെയൊക്കെയാ കുട്ടി.
മോളെ, നീ നട്ട മാവ് ഇക്കൊല്ലം കായ്ച്ചു. ഇത് കുറച്ച് മാമ്പഴം മാളൂട്ടിക്ക. ഉണ്ണി എവിടെ? പുറത്തു പോയിരിക്കുക. അച്ഛൻ വരൂ. ആരാ? ഞാനാ, ഗോവിന്ദൻ നായർ. ഓ, കാപ്പി എടുക്കാം. ഓ, എന്തൊരു ചൂടായത്. ഗോവിന്ദനാരി വിശേഷിച്ച് ഒന്നുമില്ല, വെറുതെ. ഉണ്ണി വന്നിട്ടുണ്ടല്ലോ. എന്റെ ഷഷ്ടിപൂർത്തിയാ നാളെ. അതിനാ ഉണ്ണി വന്നത്. അങ്ങനെ ആരെയും വിസ്തരിച്ച് ക്ഷണിച്ചിട്ടൊന്നുമില്ല. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം. അതുകൊണ്ടാ അങ്ങോട്ട് അറിയിക്കാണ്ടിരുന്നെ. ഉണ്ണി ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ആ, എന്ന് പറഞ്ഞു പലരും ഇങ്ങനെ കേറി വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ, വല്ലതുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും. എപ്പോഴാവും വരുന്നതെന്ന് അറിയില്ല. ഞാൻ പറയാം. ഓ, ശരി. മുത്തശ്ശി പോവാ. എന്താ ഇവിടെ ഒറ്റയ്ക്ക്? അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് എവിടെ പോയി. പോവേ? ഏറുപമ്പരം കളിക്കേ. സ്വാമി നോക്കിക്കോ. എന്താ അത്ര ചിരിക്കാൻ? എടാ രാഘവ, നിന്റെ അച്ഛൻ വാർപ്പ് വട്ടം ചാടി കുട്ടിക്കരണം മറിഞ്ഞ് കടുകും കറിവേപ്പിലയും വീശി എറിഞ്ഞവനാ. എന്നിട്ട് അത് രണ്ടും ചെന്ന് വീണതോ പാൽപായസത്തില്. എന്നിട്ട് ആ സാധനം പായസമാക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. കഷ്ടപ്പാടിനെ പറ്റി ഒന്നും ചങ്ങുമ്മാൻ പറയണ്ട. ദേഹണ്ണപ്പരെ വന്നിരുന്ന് കട്ടൻ കാപ്പി അടിച്ച് ഗീർവാണം പറയാനല്ലാതെ ഭൂമിയിൽ കുമ്പിട്ട് പ്ലാവല എടുത്തിട്ടോ നിങ്ങള്? ഇല്ല. എന്താന്ന് ചോദിക്ക്. എന്താ? എടാ രാഘവ, ദഹന്നപ്പരയില് പണിയെടുത്തിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല. ദേഹണ്ണപ്പരെ പണിയെടുത്തുള്ള പാരമ്പര്യം ഇല്ല. പക്ഷെ അച്ചി പറഞ്ഞ അടുക്കള കയറി അടുപ്പൂതും. ആര് പറഞ്ഞ? പെണ്ണുമ്പിള്ളേ, ഭാര്യ. വെളിച്ചെണ്ണ ഞാനെടുത്തേ. ഇപ്പൊ തന്നെയല്ലേ ഇയാൾക്കൊരു പാട്ട വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തത്. ഇയാളത് കുടിക്കുക. കുഞ്ഞെ കുഞ്ഞെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരും. നീ ഒരു മാണിപ്പഴം എടുത്തേ. ഇത് നാളത്തേക്കുള്ളതാ. പാകം നോക്കാനടോ. എന്തിനാ? പഴത്തിന്റെ എരുവുമ്പുളി നോക്കാനാ? പഴത്തിൻ പാകമത്രേ പലതിലും മുൻപന്തിയിൽ. അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലില്ല. ഉണ്ട്. ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി. നാളത്തെ തലമുറ അത് പാടി കേട്ടോ. എന്നെ പെങ്ങളെ പറ്റിയാൻ വേണ്ടി പോന്നേക്കാ. വിഷകവി മഹാകവി കുഞ്ഞുകുട്ടത്തമ്പരാല്ലേ? കുഞ്ഞുട്ടമ്പരാന്റെ ചേട്ടനാ. കുട്ടി കുട്ടി എന്തിനാ ഉറക്കം ഒളിച്ചിരിക്കണേ? അകത്ത് പോയി കിടന്നോളൂ. അതെ, ഒന്ന് അമർത്തി ചിരവിക്കോളൂ. ചിരവിക്ക് വേദന ഒന്നും എടുക്കില്ല.
ഓപ്പേ? ഇത്തിരി നാരങ്ങക്കറി വിളമ്പ ഇവിടെ ആരുമില്ലേ? രാജി, ഓപ്പയ്ക്ക് നാരങ്ങാക്കറി വിളമ്പ്. നോക്കി നിന്നോളും പാത്രം കൈവച്ചുണ്ട്. ആ രാജി കൂടി ഇരിക്കാലോ. വീട്ടുകാരെല്ലാരും കൂടി ഇരുന്നാൽ എങ്ങനാ? ക്ഷണിച്ചു വരുത്തിയിട്ടിരിക്കട്ടെ ആദ്യം. ഇത്തിരി സാമ്പാർ തരാൻ ഇവിടെ ആരുമില്ലേ? അപശകുനം. എന്ത് നല്ല കാര്യം നടക്കുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടും. പോട്ടെ, സാരമില്ല. എപ്പോഴും അതെ. എന്നെ എന്ത് ചെയ്താലും പറഞ്ഞാലും സാരമില്ല, പോട്ടെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്തെല്ലാം സഹിക്കുന്നു. ഒരക്ഷരം ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരുടെയും മുമ്പേ വെച്ച് സാരമില്ല, അമ്മയെ നിനക്കറിഞ്ഞൂടെ? ഉണ്ണിയേട്ടന് എപ്പോഴും ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും. മകൻ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടത്. ഇതിന് പൊസസീവ്നെസ് നല്ല പറയുക. ഞാൻ എന്ത് പഴിച്ചിട്ട? ഒരു ദിവസമെങ്കിലും സന്തോഷായിട്ട് എവിടെയെങ്കിലും. എന്താ, നിന്റെ ലീവ് കഴിഞ്ഞോ? എടാ, നിന്നോടാ ചോദിച്ചത്, നിന്റെ ലീവ് കഴിഞ്ഞോന്ന്. ഇല്ല. പിന്നെന്തോന്ന് അവരടുക്കും പെറുക്കും? ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അങ്ങനൊന്നും നേരത്തെ നീ ഇവിടെ പറയുന്നത് കേട്ടില്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ചാണെന്ന് വെച്ചോ? ഇപ്പഴെന്തോന്ന് അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടാവാൻ? 1-2 ദിവസം ഈ ചുറ്റുപാടിൽ നിന്ന് മാറിയിക്കണം തോന്നി. എന്ത് പറ്റി ചുറ്റുപാടിന്? എടാ, മാറി നിൽക്കാൻ മാത്രം എന്തുണ്ടായിന്ന്? ഒന്നും പറയുന്നില്ലെന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അമ്മ വിചാരിക്കരുത്. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. പറയടാ, നീ എന്തോ മനസ്സിലായി നിനക്ക്? എടാ, പറയാൻ. വന്ന ദിവസം പോലെ ഞാൻ കാണുക. അമ്മയ്ക്കെതിരെ രാജുവിടെ ശത്രുത. ശത്രുതയോ? എടാ, തെറ്റ് കാണിച്ച ശാസിക്കും. അത് നീ ആയാലും അവളായാലും ഈ വീട്ടിൽ ആരായാലും ശരി. അതിന് ശത്രുത എന്നാരാ പറഞ്ഞേ? അവള് പറഞ്ഞ് പഠിപ്പിച്ചാ നിന്നെ? ആരും പറഞ്ഞ് പഠിപ്പിക്കാതെ തിരിച്ചറിയാനുള്ള വിവരകരിക്കുണ്ട്. അവൾ എന്റെ ഭാര്യ. അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓ, പേരൊന്നും ഇല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. എടാ, ആദ്യം നീ എന്റെ മോനാ, അത് കഴിഞ്ഞ അവള് നിന്റെ ഭാര്യയായത്. എന്ന് വെച്ച് ആട്ടുതുപ്പ് സഹിക്കുന്നതിന് ഒരു അതിലൊക്കെ ഉണ്ട്. അത്ര സഹിക്കാൻ മേലെ അച്ഛൻ വിളിച്ചോണ്ട് എവിടോട്ടെങ്കിലും ഇറങ്ങി പോടാ. അത് തന്നെ ചെയ്യാൻ പോകുന്നേ. എന്നാ പൊയ്ക്കോടാ. പിന്നെ പടി കയറരുത്. ഇങ്ങനെ എടുത്തിട്ട് പറ്റില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഓഹോ, എന്നാൽ ഇങ്ങനെ ഒരു വീടില്ലെന്ന് ഞാനും വിചാരിച്ചോളാം. ഏയ്, എങ്ങനെയുണ്ട്? നമസ്കാരം സാർ. നമസ്കാരം. രവിസാറിന്റെ ഗസ്റ്റ് അല്ലേ? ആ. സാറെ വിളിച്ച് പറഞ്ഞിരുന്നു.
മോളെ ഞാൻ ഇവിടുത്തെ കേട്ടേക്കടാ കുട്ടമ്പിള്ള. മോളിവിടെ നിൽക്ക. മുറിയൊക്കെ റെഡിയാക്കി എവിടെയാ? വെച്ചിട്ടുണ്ട്. മോളില നല്ല വ്യൂ ആണ് സാർ. ഫാമിലി ആവുമ്പോ അതാണ് സൗകര്യം. ചേട്ടാ right. ഓ ദേ, ആദ്യം പെട്ടിയൊക്കെ ഒന്ന് എടുത്ത് അകത്ത് വെക്കാം. വാ. ഹലോ Hello. ഗുഡ് മോർണിംഗ്. ഹലോ. Hello. What's your name? പേര് പറ മോളെ. പേര് പറഞ്ഞു കൊടുക്കും മോളെ. മാലുട്ടീന. Oh, what a sweet name. Malutina. Malutina. It's a wonderful name. No, 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 no. It's not Maluti na. Just Maluti. That's all. Oh, I see. Maluti. Maluti. Good. സാർ യു ആർ ഗസ്റ്റ്, ദേ ആർ ഗസ്റ്റ്, ഓൾ ആർ ഗസ്റ്റ്. എഞ്ചിനീയർ വിൽസൺ സാർ ഫ്രണ്ട് രവി, രവി's friend this are guest here. Oh, I see. Well, have a nice day. Thank you. Bye. Bye. See you. ടാറ്റാ. സാർ ദേ ആർ ആസ്ട്രേലിയക്കാരാണ്. 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. പടമെടുപ്പും ചിത്രമരയുമാണ് ജോലി. വലിയ സാറിന്റെ ഹലോ ഗസ്റ്റുകളാണ്. ചേട്ടാ, ഓ. ഇതങ്ങ് പിടിച്ചേ. വാ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. മിസ്റ്റർ ഉണ്ണികൃഷ്ണനല്ലേ? Yes. രവി വിളിച്ച് പറഞ്ഞിരുന്നു. ഐ ആം വിൽസൺ ചെറിയാൻ, ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയറാണ്. ഓ റൂമൊക്കെ കംഫർട്ടബിൾ അല്ലേ? പിന്നെ എടാ കുട്ടമ്പിള്ളേ, സാർ ഇവരെന്റെ ഗസ്റ്റുകളാണ്, മനസ്സിലായല്ലോ? ഓ. വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. ശരി സാർ. വേറെ എന്തെങ്കിലും No, nothing. ഇൻ Thank you. കേസ് ഒന്ന് ഫോൺ ചെയ്താൽ മതി. നമ്പർ ഇയാൾക്കറിയാം. ഹാവ് എ നൈസ് ഹോളിഡേ. Okay, thank you. See you. Bye. Hey, see? അച്ഛാ, 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 ബോള് വെള്ളത്തിൽ പോയി. ഓ എന്റെ മാളിക്കുട്ടിയമ്മേ, നിന്റെ കാര്യം. ദാ. ഉണ്ണീട്ടാ. ഉണ്ണീട്ടാ. ഉണ്ണീട്ടാ, കൈ തരൂ. ദാ. ആ, ആ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. നിറമേഴിൻ തുമ്പത്ത് സ്വരമേളത്തിറയാട്ടം, മാറിക്കാർമുഖം മാറിൽ ചാത്തിയിടും മാനം പൂമാനം. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. നിറമേഴിൻ തുമ്പത്ത് സ്വരമേളത്തിറയാട്ടം, മാറിക്കാർമുഖം മാറിൽ ചാർത്തിയിടും മാനം പൂമാനം. ദൂരം ദൂതിനു പോയേ കാനനമൈനേ, കൂട്ടിനു നീയോ. ദൂരം ദൂതിനു പോയേ കാനനമൈനേ, കൂട്ടിനു നീയോ.
ഭാവങ്ങൾ നിറമേഴിൻ തുമ്പത്ത് സ്വരമേളത്തിറയാട്ടം മാറിക്കാർമുഖം മാറിൽ ചാത്തിയിടും മാനം പൂമാനം മനസനിന്നനുരാഗത്തിൻ പൂന്തളിരായി സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ നിറമേഴിൻ തുമ്പത്ത് സ്വരമേളത്തിറയാട്ടം മാറിക്കാർമുഖം മാറിൽ ചാത്തിയിടും മാനം പൂമാനം മാനം പൂമാനം മാനം പൂമാനം എന്താ ഇത്? ഇതാണ് നമ്മൾ അമേരിക്കയിൽ പണിയാൻ പോകുന്ന പുതിയ വീടിന്റെ പ്ലാൻ. ഹായ് നോക്കട്ടെ. എന്നിട്ട് ഇതുവരെ എന്നെ കാണിച്ചില്ലല്ലോ. അതിന് നമുക്കൊരു സാവകാശം കിട്ടിയിട്ട് വേണ്ടേ? പ്ലാൻ എങ്ങനെയുണ്ട്? എന്തിനാ ഉണ്ണിയേട്ടാ വെറുതെ ഓരോ സ്വപ്നങ്ങള്? ഇതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? വേണം. അതിനുള്ള ചില ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോണ് സംഭവങ്ങളൊക്കെ. സാധനം എങ്ങനെയുണ്ട് അത് പറ. ഇത് പോർച്ച്, ഡ്രോയിങ് റൂം, കിച്ചൺ, സ്റ്റോർ റൂം, ഇതൊരു ഓഫീസ് റൂം എനിക്ക്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, വെരി സ്പേഷ്യസ്. ഈ മുറി നമ്മുടെ മാളൂട്ടിക്ക്. അപ്പൊ ഈ മുറികളോ? മാളൂട്ടി ഇപ്പൊ തനിച്ചല്ലേ, അവക്ക് കൂട്ടുകൂടാനും കളിക്കാനും കുറെ അനിയന്മാരും അനിയത്തി. വേണ്ട ഉണ്ണിയേട്ടാ, നമുക്ക് മാളൂട്ടി മാത്രം മതി. ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ നമ്മുടെ സ്നേഹം പകുത്തു പോവും. വേണ്ട, ഉണ്ണിയേട്ടന്റെ എന്റെ നമ്മുടെ സ്നേഹം മുഴുവനും മാളൂട്ടിക്ക് കിട്ടണം. സ്നേഹം മാത്രമല്ല, എല്ലാം. ശരിയാ, രാജി പറഞ്ഞാൽ ശരി. എല്ലാം നമ്മുടെ മാളൂട്ടിക്ക്. ഈശ്വര, ഇതെന്നും എനിക്ക് നിലനിർത്തി തരണേ. മാമ കളിക്കാൻ വരുന്നില്ല. പിന്നെ അടുപ്പത്ത് കോഴിയിരിക്കുന്നു, അവനെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാ പിന്നെ മാമനും മോളും കൂടി കളിയുടെ ഒരു പൂരമല്ലേ. എന്നെയും കൊന്നു തിന്നോ? പക്ഷെ ഇപ്പോഴല്ല. പിന്നെ മോള് വലുതായി കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ടൊരു വരവുണ്ട് ഇങ്ങോട്ട്. അന്ന് മാമൻ ഇതിനെ മൊത്തം കൊന്ന് നിർത്തി പൊരിച്ച് പ്ലേറ്റിലാക്കി കൊണ്ടുതരും. അയ്യേ. ഓ
മാളൂട്ടിയുടെ പോയി കളിച്ചോ. എന്താ ഈ പട്ടിക്ക്? മാളൂട്ടി, മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളു. ഈശ്വരാ, മാളൂട്ടി. ഉണ്ണീട്ടാ, ഉണ്ണീട്ടാ. മാളൂട്ടി, ഉണ്ണീട്ടാ. ഉണ്ണീട്ടാ, എന്താ രാജി? നമ്മുടെ മോള്. മാളൂട്ടി, മാളൂട്ടി, രാജി എന്റെ മോള്. മാളൂട്ടി, മാളൂട്ടി, മോളെ. കുട്ടമ്പിള്ളേ, കുട്ടമ്പിള്ളേ. മോളെ, മോളെ മാളൂട്ടി. എന്താ, എന്ത് പറ്റി മോളെ? ദൈവമേ, ചതിച്ചല്ലോ. മോളെ, രാജി, രാജി നമ്മുടെ മോള്. എന്റെ ദൈവമേ, ഈ കുഴി മൂടിയിട്ടിരുന്നാണല്ലോ, ഇതിന്റെ മൂടി അവിടെ പോയി. അയ്യോ, അയ്യോ. മോളെ, മാളൂട്ടി. അയ്യോ, എന്റെ പൊന്നു മോളെ. കുട്ടമ്പിള്ളേ, കുട്ടമ്പിള്ളേ, എന്റെ മോള്, എന്റെ മോളെ എങ്ങനെയും രക്ഷിക്കണം. എന്തെങ്കിലും ഒന്ന് പോയി എടുത്തോട്ട് വാ. അയ്യോ സാറെ, സൂക്ഷിക്കണം. 10 നൂറ്റാമ്പാട് താഴ്ചയുള്ള കുഴിയാ. കുഞ്ഞു ഭാഗ്യത്തിൽ എവിടെ തടഞ്ഞിരിക്കുക. രാജി, രാജി, രാജി ബഹളം വെക്കാതെ നമ്മുടെ മോളെ നമുക്ക് രക്ഷപ്പെടുത്താം. രാജി ധൈര്യമായിട്ടിരിക്കുക പ്ലീസ്. സാർ സമാധാനിക്ക്, ഞാൻ എഞ്ചിനീയർ സാറിനെ വിളിക്കാം. മോളെ, മാളൂട്ടി. കുട്ടമ്പിള്ളേ, കുട്ടമ്പിള്ളേ, കയറോ എന്തെങ്കിലും കിട്ടുമോ? അടുക്കളക്ക് കാണും. രാജി, ഞാൻ വരുന്നു. കുട്ടി ഇടയ്ക്ക് എവിടെയോ തങ്ങിയിരിക്കുക. സാറൊന്ന് വേഗം വരണം സാർ. രാജി, രാജി, മാളൂട്ടി, മാളൂട്ടി, മോളെ പേടിക്കണ്ട മോളെ. മോളെ അച്ഛനുണ്ടോ മോളെ ഇവിടെ? മോളെ പേടിക്കണ്ടേ? മാളൂട്ടി, മോളെ, മാളൂട്ടി. മോളെ, മോളെ മാളൂട്ടി, മോൾക്ക് കയറ് കാണാമോ? മോളെ പേടിക്കണ്ട, മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ. മാളൂട്ടി, ഇതിലൊന്നും പിടിക്കും മോളെ. പിടിക്ക്. ഈ കയറിന് അച്ഛൻ കാണുന്നില്ലേ മോളെ? ഇതിൽ പിടിക്കേ. പേടിക്കില്ല മോളെ, പേടിക്കില്ല, ഒന്നുമില്ല. മാളൂട്ടി, പിടിക്ക്. മോളെ എങ്ങനെയെങ്കിലും പിടിക്കും മോളെ. മാളൂട്ടി, പിടിക്ക് മോളെ. അയ്യോ, പേടിക്കണ്ട മോളെ, മോൾക്ക് ഒന്നുമില്ല. മോളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട് ഇവിടെ. അതിന്റെ അച്ഛത്തെ പിടിക്കും മോളെ. മോളെ പിടിക്ക്. മോളെ പേടിക്കണ്ട മോളെ, മോക്ക് ഒന്നും പറ്റില്ല മോളെ. ഇതിൽ പിടിക്ക്, കയറിൽ പിടിക്കും മോളെ. കുഞ്ഞിന് കൈയും കാലും അനക്കാൻ പറ്റണ്ടാവില്ല. ഇനി അഥവാ പിടിക്കാൻ പറ്റിയാൽ പോലും ഇത്രയും പൊക്കത്തിൽ എത്തുന്നവരെ പിടിച്ച് തൂങ്ങാൻ പറ്റുമോ? കൈയെങ്ങാൻ വിട്ടുപോലെ നിസ്സാര. രാജി, രാജി, കുട്ടപ്പിള്ള ഇനിയിപ്പോ എന്താ ചെയ്യ? ഗ്രൗണ്ട് ടെസ്റ്റ് എടുത്ത കുഴിക്കാരുടെ മൂടിയില്ലേ? അവിടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മോളെ രക്ഷിക്കണം. മാളൂട്ടി, ഭാഗ്യത്തിന് കുഞ്ഞ് എവിടെ സ്റ്റക്കായിരിക്കണം. ഇനി അവിടെ നിന്നെങ്ങാനും സ്ലിപ്പായി താഴോട്ടോ. ഉണ്ണി ധൈര്യമായിരിക്കും. കുട്ടമ്പിള്ളേ, രാജി, നമ്മുടെ മോള് ഒരു 10-20 അടി നീളമുള്ള മുളയോ കമ്പോ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? പിന്നെ കുറച്ച് കമ്പിയോ കൊളുത്തോ കയറോ എന്തെങ്കിലും എടുത്തിട്ട് വാ. ദാസേ, ഡോക്ടർ ഉസ്മാന്റെ നഴ്സിംഗ് ഹോമിലേക്ക് ഫോൺ ചെയ്ത് ഉടനെ ആംബുലൻസുമായി വരാൻ പറയും. സ്റ്റേഷനിലേക്ക് വിളിച്ച് SI രാജോട്ടും വരാൻ പറ. ആ ഫയർ സ്റ്റേഷനിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഓക്കെ സാർ. ഉണ്ണി, ഒരു സെക്കൻഡ്. അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ. എന്റെ കുഞ്ഞ്. ഉണ്ണി, സമാധാനമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. ആദ്യം മിസ്സിനെ ഒന്ന് സമ്മാനിപ്പിക്കൂ. കുറച്ചു നേരം എവിടെയെങ്കിലും മാറ്റി ഇരുത്തിയാലും വിരോധമില്ല. പ്ലീസ്, പ്ലീസ്.
ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. തന്നെയൊക്കെ ഒന്ന് വേഗം വരണേ സാർ. ആ കാര്യം നിർത്തേ. ഒന്ന് വേഗം താടോ. ആ മാളൂട്ടി, മോളെ പേടിക്കല്ലേ. പതുക്കെ. മോളെ അനങ്ങല്ലേ അനങ്ങല്ലേ. മോളെ അനങ്ങല്ലേ. രാജി, രാജി, രാജി. ഓ ഗോഡ്. ബോധമുണ്ട്. ഷോക്കിന്റെ റിയാക്ഷനാ, സാരമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഷീൽ ബി ഓൾ റൈറ്റ്. ലീലാമേ, ഒരു ചെറിയ ഡോസ് ട്രാങ്ക്വലൈസർ കൊടുത്തേക്ക്. കിട്ടും വിളിച്ചു. മോളെ, മോളെ. കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളോട് ഹുക്കിട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. കുട്ടി വീണ്ടും താഴോട്ട് പോയി. ആ രീതിയൊക്കെ വളരെ റിസ്ക്കാണ്. ഫയർഫോഴ്സുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അവരിങ്ങ് എത്തണ്ടേ. സാർ, വേറെ എന്തെങ്കിലും ഒരു മാർഗം? ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും റെസ്ക്യൂ ചെയ്ത് പുറത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഇത്രയും ഡെപ്തില് ഈറൻ വായു ശ്വസിച്ചാൽ അപകടമാണ്. ഈവൻ അതർവൈസ് ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടാവും. കൊച്ചുകുട്ടിയല്ലേ. ജോസഫേ, ഓക്സിജൻ എടുക്ക. എന്നിട്ട് ദൂരം എത്തിയില്ലല്ലോ. ആണോ? ശരി. ഈ പട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. സൂക്ഷിച്ചു. അതിന് മോളുടെ മുഖത്ത് പഠിപ്പിക്കണം. വാൽവ് തുറന്നുവിടെ. മൂത്തുമുട്ടല്ലേ. മോളെ പേടിക്കണ്ട കേട്ടോ. കുഞ്ഞ് എങ്ങനെയുണ്ട്? മാറാട്ടെ, മാറാ. ഇത്രയും തുറസായ സ്ഥലത്ത് എങ്ങനെ ഒരു കുഴി? ഇറ്റ്സ് ക്രിമിനൽ. ഇവനൊക്കെ ഇങ്ങ് വന്നേ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ കുഴി ഒന്ന് വൈഡൻ ചെയ്തെടുത്താലോ? എന്തായി പറയുന്നത്? അത് അപകടമാണ്. സ്ലൈറ്റ് ആയ ഒരു ഷോക്കോ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ കുട്ടിയുടെ മേൽ മണ്ണ് വീഴും. അയ്യോ വേണ്ട, അത് റിസ്കാ. റിസ്കാ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നാൽ എങ്ങനെയാ? വല്ല കയറോ തപ്പിയോ മറ്റേട്ട് പൊക്കിയെടുക്കാൻ നോക്കണം. അതൊക്കെ ചെയ്ത് നോക്കി. ഇനി ആ രീതിയിലൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കണം. ഓക്സിജൻ ഇനി വേണ്ടി വരും തോന്നുന്നു. നേഴ്സസ് ഫീഡിംഗ് അല്ലാത്തതുകൊണ്ട് കുറെ അധികം വേസ്റ്റ് വരും. സിലിണ്ടേഴ്സ് കുറച്ചുകൂടി കരുതണം.
ജോസഫ് ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള സിലിണ്ടേഴ്സ് എല്ലാം എടുത്തോണ്ട് പോവാ. എമർജൻസിക്കുള്ള മാത്രമാണ് വെച്ചാൽ താൻ പോയി ആവശ്യമുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്ത്. നമ്മുടെ വേണ്ടി ഇരുന്നോ, പെട്ടെന്ന് വേണം. അങ്ങോട്ട് മാറി നിൽക്കണോ മോളെ. സംഭവിക്കില്ല, ഒന്ന് സമാധാനിക്കുന്നേ. മോളെ മോളെ അച്ഛനെ വിളിക്കുന്നു മോളെ. മോളെ ഡോക്ടർ മോളെ, ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല മോളെ. ഡോക്ടർ മോളെ റെസ്പോണ്ട് ചെയ്യുന്നു. മോളെ എങ്ങോട്ട് നോക്കും മോളെ, അച്ഛനെ വിളിക്കുന്നു മോളെ. മയങ്ങിപ്പോയതായിരിക്കും, അത് അപകടമാണ്. ഡോക്ടറിന് ഓക്സിജൻ തീർന്നാണോ? അതിന്റെ അല്ല, പക്ഷേ എന്തായാലും കുട്ടി അൺകോൺഷ്യസ് ആയിക്കൂടാ. കുറച്ച് വെള്ളം കളിച്ചാലോ? അതൊന്നും ശരിയാവില്ല. അമ്മയുടെ ശബ്ദം കേട്ട കുട്ടി റിയാക്ട് ചെയ്യേണ്ടതാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, മിസ്സിനെ കൊണ്ട് വിളിപ്പിച്ച് നോക്കിയാലോ. രാജി 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 നീ ഒന്ന് സമാധാനിക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ ആയാലോ? രാജി നമ്മുടെ മോള് വിളിച്ചിട്ട് മിണ്ടുന്നില്ല. പോയതാ രാജി. രാജി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ കരയല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും നമ്മുടെ മോളെ വിളിച്ചുണർത്തണം. പറ്റുമെങ്കിൽ അവളെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കണം. നീ വിചാരിച്ചാലേ ഇത് പറ്റണം. മോളെ മാളൂട്ടി. രാജി വിളിക്കേ, രാജി വിളിച്ചോണ്ടിരിക്കേ. നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും വിളിച്ചുണർത്തണം. വിളിക്ക് രാജി, മോളെ വിളിക്കേ. രാജി നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? നമ്മുടെ മോളെ നീ വിളിച്ചാൽ മാത്രമേ നമ്മുടെ മോളെ കണ്ണു തുറക്കൂ. ഡോക്ടർ ഒന്ന് പറയൂ. രാജി വിളിക്കേ, രാജി വിളിക്ക്. രാജി രാജി നമ്മുടെ മോളെ വിളിക്കേ. മാളൂട്ടി ഇങ്ങോട്ട് നോക്കുമോളെ, അച്ഛനും അമ്മയും നോക്കുമോളെ. അമ്മ ഇവിടെ ഉണ്ട് മോളെ, അമ്മ ഇവിടെ ഉണ്ട്. മോളെ മാളൂട്ടി, മോളെ പേടിക്കണ്ട കേട്ടോ. മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ. മോളെ ഡോക്ടർ കുഴിയിലേക്ക് ഒട്ടും വിളിച്ചു ഡോക്ടർ. കണക്ഷൻ എടുത്തോണ്ടിരിക്കുക. മോളെ ആരെങ്കിലും ബൾബ് കുഴിയിലേക്ക് വെളിച്ചം കിട്ടാൻ മാത്രം ഇങ്ങോട്ടിടൂ. പെട്ടെന്ന് ചെയ്യൂ. ഡോക്ടറിന്റെ മോൾ ഉറങ്ങുന്നു തോന്നുന്നു. അയ്യോ ഇത്രയും നേരമായ കുഴിയാണല്ലേ? എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കുറെ അധിക നേരമായി വീണിട്ട്. ഈ കുഴിയുടെ ആഴം എങ്ങനെയാ? 150 അടിയുണ്ട്. 150 അടിയോ? അപ്പൊ കുഞ്ഞ് വീഴ്ചക്കടിയിൽ ഭാഗ്യത്തിന് എവിടെയോ സ്റ്റക്കായിരിക്കുക. ചെരുവിന് അനക്കമുണ്ടായാൽ പോലും കുട്ടി. നമുക്ക് വല്ല കമ്പിയോ ഹൂക്കോ വെച്ച് പൊക്കിയെടുക്കാൻ നോക്കിയാലോ? അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സാർ. അത് കൂടുതൽ അപകടം ഉണ്ടാക്കിയത്. കുഞ്ഞ് വീണ്ടും സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോയി. ഓഹോ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഇനിയും താഴോട്ട് സ്ലിപ്പ് ആകാൻ നോക്കണം. എന്ന് വെച്ചാൽ ആദ്യം കുഞ്ഞിരിക്കുന്നതിന് താഴെ ബ്ലോക്ക് ചെയ്യണം. സാർ നമ്മുടെ ആ ചെറിയ ലാഡർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും. അതെങ്ങനെ ഇത്ര ചെറിയ കുഴിക്കകത്ത്? മാത്രമല്ല കുഞ്ഞ് അതിന്റെ അകത്ത് സ്റ്റക്കായിരിക്കല്ലേ? ഈ കുഴിയെ യാതൊരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം? സാർ നമുക്ക് ഈ കുഴിയിൽ നിന്ന് അല്പം വിട്ടുമാറി സൈഡിൽ നിന്ന് മറ്റെങ്ങനെയെങ്കിലും. സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ? അല്ല, ആ പറഞ്ഞതൊരു ചെറിയ കാര്യമുണ്ട്. കറക്റ്റ്. ഈ കുഴിയെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റൊരു കുഴിയെടുത്ത് അതിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ ഒന്നും അടിവശം ബ്ലോക്ക് ചെയ്യാമല്ലോ. അപ്പൊ 10-18 അടി ആഴത്തിൽ വലിയൊരു കുഴി വേണ്ടേ? വേണം. 2-3 പേർക്ക് നിന്ന് പെരുമാറാനുള്ള വലിപ്പവും വേണം. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട സാർ. നമുക്ക് ഇത് പിറ്റ്,
ഇതാ ഇവിടെയാ കുട്ടി ഇരിക്കുന്നത്. നമ്മൾ ഇപ്പൊ കുഴിക്കുന്ന കുഴി ഇതാ ഇവിടെ വരെ കുഴിക്കണം. ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. എങ്ങനെ? അത് വല്ല പലകയോ കട്ടപ്പാരയോ വല്ലതും വെച്ച് ബ്ലോക്ക് ചെയ്യണം. കുഞ്ഞിരിക്കുന്ന കുഴിക്കും നമ്മൾ എടുക്കുന്ന കുഴിക്കും തമ്മിൽ 6 അടി അകലമില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നേ? ഇപ്പൊ നമ്മൾ കുഴിക്കുന്ന കുഴിയുടെ അടിവശം കുറെ കൂടി ചരിച്ചു വെട്ടി മറ്റേ കുഴിയിലേക്ക് ഒരു പാസേജ് ഉണ്ടാക്കണം. യു മീൻ ലൈക്ക് എ ടണൽ? അതെ, ഒരു ചെറിയ തുരങ്കം. ആ തുരങ്കത്തിലൂടെയാണല്ലോ നമ്മൾ കുഴി ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ അതേ തുരങ്കം അല്പം കൂടി വലുതാക്കിയാൽ അതിലൂടെ കുഞ്ഞിനെ നമുക്ക് പുറത്തിറക്കാമല്ലോ. ഗ്രേറ്റ്. അതെ, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ വേണം. കുട്ടിക്ക് ഈ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല. ഓക്സിജൻ തീർന്നു. ഇത്ര പെട്ടെന്നോ? നേസൽ ഫീഡിംഗ് അല്ലല്ലോ, കുറെ അധികം വേണ്ടി വരും. മോളെ മോളെ മാളൂട്ടി, മോളെ മഴക്കോളുണ്ട്, പെയ്തേക്കും. അയ്യോ, കുഴിയിൽ വെള്ളം വീഴുമല്ലോ. വണ്ടിയിലെ ടാപ്പാളും കാണുമല്ലോ. ആ വണ്ടിയിലെ ടാപ്പാളിന് കയറി എടുക്ക. വേണ്ടേ, ഓക്സിജൻ വന്നു. വെക്കണം. ഇതങ്ങോട്ട് മാറ്റേ. മോളെ വേഗത്തിൽ അവിടെ ചോട്ട്. പ്ലീസ് സ്പീഡ് അപ്പ്. വേഗം കൊണ്ടുപാടോ, മഴ വേണ്ടില്ലേ? ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. 18 അടി താഴ്ചയും 8 അടി വീതിയും വേണ്ടേ? എങ്ങനെയായാലും രാത്രി മുഴുവൻ എടുക്കും. അത്രയും നേരം കുട്ടിക്ക് കുഴിക്കാത്ത കഴിയാൻ പറ്റില്ല. ഹി കാൻ സിംപ്ലി സ്റ്റാൻഡ് ഇറ്റ്. ഡോക്ടർ, നമ്മൾ പിന്നെ വേറെ എന്ത് ചെയ്യണം? എന്തെങ്കിലും മെഷീനറി ഉപയോഗിക്കണം. മെഷീനറി എന്ന് പറഞ്ഞാൽ എർത്ത് മൂവിങ്ങുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും, റെഗോ, എക്സ്കവേറ്ററോ, സംതിങ് ലൈക്ക് ദാറ്റ്. രണ്ടും പ്രാക്ടിക്കൽ അല്ല. ഈ പരിസരത്തെങ്ങും ഇത് രണ്ടും കിട്ടാനുമില്ല. ഇനി അത് ഉള്ളിടത്തുനിന്ന് വരുത്താമെന്ന് വെച്ചാൽ തന്നെ ദിവസങ്ങൾ എടുക്കും. അല്ല സാർ, ഈ കുഴി കുഴിക്കാൻ ഉപയോഗിച്ച അതേ മെഷീൻ നമുക്ക് ഒന്നുകൂടി ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് പരമാവധി ഒരടി വട്ടമുള്ള കുഴിയല്ലേ കുഴിക്കാൻ പറ്റൂ. കാര്യമില്ല. ഒരടി വട്ടമുള്ള ഒരു കുഴി കുഴിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിലെങ്ങനെ ആളിറങ്ങും? അതിലാളിറങ്ങില്ല. അത് തന്നെ പറഞ്ഞത്, അത് വേസ്റ്റ് ആണ്, ഒരു പ്രയോജനവും ഇല്ല എന്ന്. പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയൂ. അത്ര ഉറപ്പാണെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോ. ഞാൻ പറഞ്ഞു ഇങ്ങ് എടുത്തു. ഫയർ എഞ്ചിൻ ഉണ്ട്, ഫയർ പാർട്ടീസ് ഉണ്ട്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഈശ്വരനെ ഓർത്ത് നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ. അത് ഇങ്ങനെ കൂടി തോന്നണ്ടേ? ഇതൊന്നും ആരും ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത്തരം ചുറ്റുപാടിൽ നമ്മൾ പല രീതികളും ആലോചിക്കേണ്ടി വരും. ഈ പറഞ്ഞ മെഷീൻ ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കാമല്ലോ. അടുപ്പിച്ചടുപ്പിച്ച് കുറച്ചധികം കുഴികൾ കുഴിക്കണം. ഒരു 5-8 എണ്ണം. എന്നിട്ട് കുഴികൾക്കിടയിലുള്ള ഭാഗം മാനുവലായി തട്ടിക്കളഞ്ഞാൽ അതൊരു വലിയ കുഴിയോ. ഒരു കുഴിയെടുക്കാൻ എത്ര സമയം വേണം? 10-15 മിനിറ്റ് മതി നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു കുഴിക്ക്. അപ്പൊ 2-3 മെഷീൻ സംഘടിപ്പിച്ചാൽ പെട്ടെന്ന് കുറെ കുഴികൾ എടുക്കാം. പക്ഷേ എന്റെ അറിവിൽ ഒരു എക്യുപ്മെന്റ് ഉള്ളല്ലോ. എന്തായാലും ദാസേ, നമ്മുടെ കുര്യാക്കോസിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെന്ന് കാര്യം പോലെ സാധനം കൊടുത്തോണ്ട് വാ. ശരി സാർ. ഒരെണ്ണം കൂടി കിട്ടുമെന്ന് നോക്ക്. വേണം വേണം. മോളെ മാളൂട്ടി, മോളെ മോളെ അച്ഛനാ വിളിക്കുന്നത്. ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല. മോളെ മാളൂട്ടി, മോളെ ഇങ്ങോട്ട് നോക്കൂ. മോളെ വീണ്ടും വാങ്ങിപ്പോയതായിരിക്കും. മിസ്സിനെ വേഗം വിളിക്കാം. രാജി, 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 നമ്മുടെ മോളെ വിളിക്ക്. രാജി, 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 മാളൂട്ടിയെ വിളിക്ക്. രാജി, മോളെ രാജി, രാജി മോളെ വിളിച്ചുണർത്തോ. പ്ലീസ്. മോളെ മോളെ മാളൂട്ടി. ഡോക്ടർ, ഉണ്ണി,
റിലാക്സ് ചെയ്യട്ടെ, ആംബുലൻസിൽ ഇരിക്കോളൂ. സാർ മെഷീൻ രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ അവർ അയക്കാൻ നോക്കില്ലെന്ന് പറഞ്ഞു. അതെന്താ? മുതലാളി പറയാതെ അയക്കാൻ പറ്റില്ലെന്ന്. അയാൾ അവിടെ സ്ഥലത്തില്ല സാർ. കൊണ്ടുവരാമെന്ന് ഞാൻ നോക്കട്ടെ. വന്നേ. മുതലാളിയുടെ അനുവാദം ഉണ്ടെങ്കിൽ നിന്റെയൊക്കെ വണ്ടി ഇവിടുന്ന് അനുവല്ലടാ. അങ്ങനെയല്ലേ പാടുള്ളൂ സർ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ അതിനിടയിലാണുള്ള റാസ്കൽ നിയമം പറയുന്നത്. അത് പിന്നെ നോ, ആദ്യം പറഞ്ഞനുസരിക്ക്. ബാക്കിയാരും ഞാൻ നോക്കണം. എടുക്കാൻ വേണ്ടി ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊടേ. കയറ് സൂക്ഷിച്ചേ. കുറച്ചുകൂടെ. ആ മതി. റിവേഴ്സ് എടുക്ക. റിവേഴ്സ്. ആ പറ്റേ. അവിടെ ഇങ്ങോട്ട് ഇവിടെ ഒന്ന് മാറി ഇവിടുത്തെ. പിടിച്ചോ. നോക്കി നിൽക്കാതെ പോയി സഹായിച്ചു കൊടുക്കാൻ. നമ്മുടെ കാൽക്കുലേഷൻ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ആവുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച പണിയെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു മണിക്കൂറിൽ തങ്ങളുടെ വർക്ക് തുടങ്ങും. ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മുകളിലേക്ക് പോയിക്കോളൂ. പോകാൻ പറയും. എന്താണ് ഗ്യാസ് ലീക്കാവുന്നുണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ലല്ലോ. ഓക്സിജൻ കൊടുക്കുന്നുണ്ടോ? വേദന വ്യവസായം വരുന്നു. ഗ്യാസ് ലീക്കാണല്ലേ. ആ കുഴപ്പത്തിലേക്ക് പോകാം. മാർഗം ഉണ്ടാക്കാവുന്ന സാറിന്റെ മോള് കരഞ്ഞ മോള്. ഒരു അരമണിക്കൂറിൽ കുഴികളുടെ പണി തീരും. ശരി, അത് തട്ടി ഇളക്കി ഒരാളിറക്കാൻ പാകത്തിൽ കുഴി വലുതാക്കണ്ടേ? അതെ, ഉടനെ നമുക്ക് ആളുകൾ ഇറക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടണലിന്റെ പണി തുടങ്ങാം. ടണലിൽ മിഷനറി കൂടാതെ നമുക്ക് എടുക്കാൻ പറ്റുമോ? അയ്യോ, നൈറ്റ് അവിടുത്തെ സംഘടിപ്പിക്കാമല്ലോ. മോളെ പേടിക്കണ്ടേ? അതെ, സാറ് ഹെഡ്ലൈറ്റ് കൊണ്ട് കുഴിക്കകത്തേക്ക് വിളിച്ചു കിട്ടുന്നില്ല.
ഒന്ന് കുഴിയുടെ അടുത്ത് വെക്ക്. മോളെ മോളെ മാളുട്ടി മോളെ പേടിക്കണ്ടേ? ഇങ്ങോട്ട് വെക്ക്. ഇത് പിടിച്ചേ. പെട്ടെന്ന് മാറ്റ്. ഇടപെത്തി തട്ടി നിൽക്കുന്ന കാര്യം നീ ഉടനെ ആരംഭിക്കാമല്ലോ. ഓക്കേ. ഓടെ കാര്യം നോക്ക് മോളെ. ഞാൻ ചെയ്യാം. ഒന്ന് വേഗം കൊണ്ടുപോടോ. ഇവിടെ വെക്ക്. അവിടെ ഒരു രണ്ടുപേർ ഇറങ്ങിയേ. താഴെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എടുക്കുന്ന മണ്ണൊക്കെ ദൂരെ മാറ്റണം. അറിയാം അറിയാം. നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള കമ്പി പലയൊക്കെ എടുത്ത് വെച്ചോളൂ. വേഗം ടേപ്പ് പിടിച്ചേ. അതിന്റെ അടി കൊണ്ടോ നോക്കണം. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയല്ലേ വളർന്നത്? അതെ. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഇവിടെ തന്നെ ആയിരിക്കും. ഈ ലെങ്തില് നേരെ ക്രോസ് ആയിട്ട് തള്ളെടുത്തോളൂ. അവിടെയാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ടാർഗറ്റ് എവിടെയാണ്? ഡോക്ടർ വാട്സ് പ്രസന്റ് പൊസിഷൻ? കുഴപ്പമൊന്നുമില്ല. അയ്യോ കുഴിയിലേക്ക് വീണ് വെള്ളം ബ്ലോക്ക് ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം. വിഷമിക്കണ്ട. കുഴിയിലേക്ക് വെള്ളം വിടാൻ നോക്കണം. വലത്തോട്ട് മാറ്റിപ്പെട്ട് വലത്തോട്ട്. ഞാൻ പോയി കുട്ടിയെ നോക്കിട്ട് വരാം. വേഗം വരണം. അവിടെ നിന്ന് വെള്ളം ബ്ലോക്ക്. കുഴിയിലേക്ക് മഴവെള്ളം ഒലിച്ചിറങ്ങാൻ നോക്കണം. നേരത്തെ തീർന്നെടുപ്പിക്കാനുള്ള ഘടിപ്പിച്ചു കഴിഞ്ഞോ? പ്ലീസ് ഡോക്ടർ കുട്ടിയെ വിട്ട് എങ്ങോട്ട് പോകരുത്. സാർ നമ്മൾ പ്ലാൻ ചെയ്തത് പോലെ 6 അടി വരരുത്. സാർ നമ്മൾ കുഴിച്ച് വന്നു കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി ബാലൻസ് പോകുന്നതിന് നമ്മൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എത്തും. അതെ കുഴിയിലേക്ക് വെള്ളം വീഴാതെ ഇതെന്താ ഇത്രയും വെള്ളത്തിൽ കൊണ്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും?
മോളൂട്ടി ഉണ്ണി മോളെ മാലുട്ടി ഇങ്ങോട്ട് നോക്ക